ഇന്ന് നമ്മള് ചെയ്യാൻ പോണ വീഡിയോയില് വരുന്നതാണ് താറാവ്. താറാവ് ഇപ്പൊ കൂട്ടിക്കെടുക്കട്ടോ. കൂട്ടിക്കെടുക്ക. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ മൂപ്പര ശരിയാക്കും. ഇന്ന് മൂപ്പരാണെന്ന് നമ്മളെ പുതിയ വീഡിയോയുമായിട്ട് താറാവാണ് വരുന്നത്. താറാവ് കൊണ്ടൊരു പരിപാടിയാണ്. അപ്പൊ താറാവിനെ നമ്മൾ ശരിയാക്കാൻ പോട്ടോ. താറാവിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കാൻ വേണ്ടി നമ്മളെ ഫാറൂഖിന് കൈമാറാണ്. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോണ് കുട്ടനാടൻ താറാവ് പെപ്പർ റോസ്റ്റ് ആണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള താറാവാണ് ഇട്ടത്. താറാവ് സൂപ്പർ താറാവാണ്. അപ്പൊ താറാവ് ഫ്രഷ് താറാവ് അതിനെടുത്തിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പൊ എനിക്ക് ഒരു സഹായത്തിനും കൂടി ഞാന് ഫിറോസ് എന്ന നമ്മളെ സ്വന്തം കൂട്ടുകാരനെ നമ്മള് ഒന്ന് ഏൽപ്പിക്കാണ്. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കും, ഓനെ ചെയ്യും. അപ്പൊ താറാവല്ല ഇന്നലെ ഇന്നത്തെ പരിപാടി. ആ താറാവാണ്. അപ്പൊ കുട്ടനാട് എന്ന് കൂടുന്ന താറാവ് തന്നെയാണത്. അത് നാട്ടിൽ നിന്ന് പിടിച്ച താറാവാണ്. ആയിക്കോട്ടെ. കുട്ടനാട്ടിലൊന്നും പോകാൻ ഒഴിവില്ല. അതിനൊന്നും ഒഴിവില്ല. ഓക്കെ, കുട്ടനാട്ടെ താറാവ് ഇവിടുത്തെ താറാവ് ഒന്ന് തന്നെയാണ്. അപ്പൊ പൊന്നാര മുത്തുമണികളെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി കുട്ടനാടൻ റോസ്റ്റഡ് താറാവ് അല്ലെ, അങ്ങനല്ലേ? കുട്ടനാടൻ പെപ്പർ റോസ്റ്റ്. കുട്ടനാടൻ പെപ്പർ റോസ്റ്റ് ആട്ടാ താറാവ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഓക്കെ, താറാവിന്റെ ഇറച്ചി കുറച്ച് ടൈറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കുക്കറിലാണ് ചെയ്യാൻ പോണത്. അപ്പൊ മോനെ മുത്തുമണിയാ, താറാവിന്റെ ഇറച്ചി ഇട്ടിട്ട് കുക്കറിലിട്ടാ ഫുള്ളായിട്ട് ഇടല്ലേ? ആ ഫുള്ളായിട്ടോ. അപ്പൊ ഇടാൻ പോവാട്ടാ. കൈക്ക് എന്തൊരു വിറ വരുന്നേ, അതിന് ഇട്ടൂട്. ഞങ്ങൾ പഠിക്കല്ലേ മുത്തുമണിയെ, ഇത് തന്നെ പഠിപ്പ്. അപ്പൊ അതിട്ട് കഴിഞ്ഞ് പിന്നെ അതിലെ ചേരുവകള് പകുതി ഉള്ളിട്. പകുതി ഉള്ളി. ആ, അതായത് പകുതി എന്ന് പറഞ്ഞ ഒരു 2 ഉള്ളിന്റെ മേലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ പോലെ തക്കാളി ഇടാ. തക്കാളിനെ ഫുള്ള് ഇടണ? പകുതി പകുതി പകുതി. ആ, അപ്പൊ ഒരു 5 പച്ചമുളക് ഉണ്ട്, അതും കൂടെ ഇട്ടണം. ഓക്കെ. ആ, എന്നിട്ട് എന്താണെന്നറിയോ, ആ ചെറുനാരങ്ങന്റെ കുരു കളഞ്ഞിട്ട് അതിന്റെ നീര് ഇതിലേക്ക് പോയി. ചെറുനാരങ്ങ കുരു കളഞ്ഞിട്ടുണ്ട്. നമ്മള് മാസ്റ്റർ പറഞ്ഞ ചെറുനാരങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ടാ. പിഞ്ഞോളൂ. ഇഞ്ചും വെള്ളിലും പേസ്റ്റ് ആക്കിയതാണ് ഇടാൻ പോണ കേട്ടോ. ഓക്കെ, ഇടട്ടെ. ആ ഇട്ടോ. കാത്തിരിക്കണ്ട ഇട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പിട്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. ഇതാ മല്ലിപ്പൊടി ഇടുന്ന മല്ലിപ്പൊടി. പിന്നൊക്കെ ലാസ്റ്റ് ചേരുവകളൊക്കെ നമുക്ക് ചേർക്കും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. മുളക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇളക്കല്ലേ? നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കുക്കറിലിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ താറാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. താറാവ് അതിന്റെ ഇളക്കൂടി. ത്തിന്റെ കയ്യിലുള്ളത് ഏലക്ക, പട്ട, പൂവ്, കുരുമുളക്. ഈ ഐറ്റംസ് ആണ് ഇതിൽ ഇടാൻ പോണിട്ടോ. കുറേശ്ശെ കുറച്ച് ഒരു 10 മണി കുരുമുളക്, 6 ഏലക്ക, ഒരു 3 ചെറിയ കഷ്ണം പട്ട, ഒരു 4 കറാമ്പൂവ്. അതിട്ടോ. എല്ലാവർക്കും മനസ്സിലായി കേട്ടോക്കെ. ഓക്കെ, ചങ്ങായി അടുപ്പാണ് ഈ കത്തിപ്പോ. അതിമ നോക്ക്. ഇത് റെഡി, സ്പീഡായിട്ട് സാധനം വെച്ചില്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെയാണ്. എത്ര മിനിറ്റ് പിടിക്കും? ഒരു 4 വിസില്. 4 വിസില്. അപ്പൊ നമുക്ക് കാത്തിരിക്കട്ടാ. 4 വിസില് വരെ. ഫസ്റ്റ് വിസിൽ അടിച്ചിട്ടാ ഗ്യാസ് കത്തിച്ചോ. ശ്രദ്ധിക്കണ്ടല്ലോ. ഓക്കെ, ആ അതൊക്കെ ആ വെച്ചോ. പിന്നെ നമ്മളെ താറാവ് കുക്കറിൽ ഒരു 4 വിസില് റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്തതായിട്ട് ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുക്കുക, അതനുസരിച്ച് പിന്നെ ചെയ്യൂ. ഓക്കെ, ഞാൻ അനുസരിക്കണല്ലോ. ചൂടായിട്ടില്ല. ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. പറഞ്ഞു കൈ നന്നായിട്ട് ഇട്ടു. ഇങ്ങനെ ഇട്ട് ഇതണ്ട, ഇതേപോലെ ഇട്ടു കൈ അമർത്ത്. എന്നാ വെളിച്ചെണ്ണ ഒഴിക്ക്. ഫുള്ളൊഴിക്കണോ? ആ ഫുള്ള് ഒഴിച്ചോ, പേടിക്കണ്ട. ആ നന്നായിട്ട് വെച്ചോളൂ. വറ്റൽമുളക് ഇട് ആദ്യം. വറ്റൽമുളകാണ് തട്ടല്ലേ? ആ എണ്ണൽക്ക് ഇട്. അത് തട്ടിക്കോ. അത് വേപ്പിന്റെ ഇട്ടോളൂ. ആ ആ, ഞാൻ പച്ചമുളകത്തിൽ ഇട്ടോളൂ. ഈ പച്ചമുളക് ആ പച്ചമുളക് ഇട്. അയ്യോ നടക്ക്. ഇത് നമ്മൾ ഉള്ളി ഇട്ടോ. ആ ഇട്ടോ, ഫുള്ളായിട്ടോ. ആ കുഴപ്പമില്ല. അവിടെ ഇനി നന്നായിട്ട് ഇളക്കി കേട്ടോ. ഇളക്കട്ടെ.
ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് എവിടെ യൂസ്മാക്ക? അതാ എടാ ഇഞ്ചി വെള്ളും കേട്ടാ നല്ലൊരു കളർ, നല്ലൊരു ബ്രൗൺ കളറാട്ടാന്നുള്ളത്. ഈ കളർ വേണം അവർക്ക് നന്നായിട്ട് അവർക്ക്. നല്ലൊരു വാസന, നല്ല ചിറ്റ് വാക്കൾക്ക്. അതിന് തക്കാളി ഇട്ടാണ്, ആ തക്കാളി ഇട്ടൂടെ, തക്കാളി ഇട്ടു. തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടാ. ഉള്ളിയൊക്കെ നന്നായിട്ട് ചോക്കണിട്ടാ, അപ്പളതിന്റെ ടേസ്റ്റിന് വരുള്ളൂ. ഉപ്പിട്ടിട്. അടുത്ത പറയും കുറച്ച് മല്ലിപ്പൊടി ഇട്. മതിയാ? കുറച്ചും കൂടെ എടുത്ത് മതിയാ? ആ മതി. ഇട്ടോട്. ഇതാ ശകര ഇറച്ചി മസാല ഇട്ടുണ്ടാ, ഇറച്ചി മസാല. ജീരകപ്പൊടി ഇട്ടാ, നല്ല ജീരകത്തിന്റെ പൊടി. അപ്പൊ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടാൻ പോണത്. അതാണ് താറാവ് പറ്റിയ സാധനമാണ്. കളിക്കോ. കുക്കറിലിട്ട താറാവിനെ ഈ റോസ്റ്റ് ചെയ്ത ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി ഇതിലേക്കൊക്കെ മറിക്കാൻ പോവാണ്. ഫ്രൈ പാനിലേക്ക് മറിക്കാൻ പോവാണ്. ഞങ്ങൾ മറിച്ച നല്ല സ്മെല്ല്. ആദ്യമായിട്ടേ ഈ കുറച്ച് വെള്ളം ഇതിൽ പോയിക്ക്, ഇതിന്റെ നീര് അയക്ക്. അപ്പൊ പൊന്നാര മക്കള് നല്ല സ്മെല്ലാണ്, ഒരു രക്ഷയില്ല. കത്തിക്കോട്ടെ. അപ്പൊ നല്ല സ്മെല്ലാട്ട് വരണേ, ഒരു രക്ഷയില്ല. താറാവിട്ടായിക്കോട്ടെ, ഫുള്ള് ഒരു പേടിയും പേടിക്കണ്ട. സൂപ്പർ 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 സൂപ്പർ. ഇളക്കണ നന്നായിട്ട്. ഇങ്ങനെ ഇളക്ക, അങ്ങനെ ഇളക്ക. ചട്ടകം പിടിക്കണം എപ്പോഴെന്ന് അറിയാം. അതാ ഇങ്ങനെ പിടിക്കണം, അപ്പളേ ഒരു എയിമിട്ടുള്ളൂ. ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ. കുട്ടി എന്റെ കുട്ടിയാണ്. കുട്ടി ഇജ്ജ് കുട്ടിയല്ല, പഠിച്ചു വരണുള്ളൂ. ഇജ്ജ് ആയിട്ടില്ല. നേരെ വയറുക്ക വെള്ളം വലിക്കാണ് വരട്ടോ. ദാസാന്റെ തലക്ക് കയറാവോ? കുട്ടനാടൻ താറാവ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതിലേക്ക് മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ. വാ, താങ്ക് യു. അപ്പൊ ഇതേത് യൂസ് ഭാഗം എത്ര വലിയ പരിപാടി എന്ന് പറഞ്ഞു നിങ്ങള്? കുട്ടനാടൻ താറാവ് റോസ്റ്റ്. അപ്പൊ എന്റെ ഞാൻ കാണിച്ചെന്ന കാര്യം എന്റെ കഴിഞ്ഞല്ലോ. സംഗതിയൊക്കെ ശരിയാണ്. ഞാൻ രുചിച്ച് നോക്കും, ടേസ്റ്റ് ഉണ്ടാ നോക്കട്ടെ. അത് നോക്കിക്കോളി. ആ ചട്ട കെടുത്താ നോക്കട്ടെ. ഞാൻ എടുത്തരാം. ചെറുതായിട്ട് കയ്യിന്റെ ഇവിടേക്ക് കുറച്ചിട്, കൈ പൊള്ളൂ. ഇല്ല, കുറച്ചിടുള്ളൂ. അങ്ങനെ നമ്മള് ചെയ്യോ? ഓക്കെ അല്ലേ? നല്ല ചൂടല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? വായ കൊള്ളിട്ടാണോ അല്ല ടേസ്റ്റോടാണോ? ഗുഡ്. അടിപൊളിയല്ലേ? അടിപൊളിയാ, ഒന്നും നോക്കാനില്ല. റെഡിയാണ്, ഉഷാറാണ്. അത് മതി. ഇതിന്റെ റോസാപ്പൂ ഒക്കെ വെളിച്ചെണ്ണ, അതിന്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൊടുക്കണ്ടോ. അരെ വാ. അപ്പൊ അപ്സര ടെസ്റ്റ് ചെയ്യാനാണ് അന്നെ വിളിപ്പിക്കുന്നത്. അപ്പൊ നീ എന്ത് ചെയ്യണം? ഇതെല്ലാം എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യും. ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. ഫിറോസിനാണ് ഞാൻ കാണിച്ചു കൊടുത്തുള്ളത്. അവന്റെ കൂടെ രുചിക്കൂട്ടാണിത്. അപ്പൊ അതും കൂടെ നോക്കിക്കളാം. കുട്ടനാടൻ താറാവ് പെപ്പർ റോസ്റ്റ്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമ്മളെ ഫ്ലവർ എടുക്കണ്ട, ഫ്ലവർ അവിടെ എടുത്തു. അത് കഴിക്കണക്കാട്ടി മുന്നേ നല്ല സ്മെല്ലില്ലേ? സ്മെല്ലിന്നെ അടിപൊളിയാണ്. നിങ്ങൾ കഴിക്കേ, സ്മെല്ലൊക്കെ പിന്നല്ലേ അല്ലേ? സ്മെല്ല് കേട്ടിട്ട് തന്നെ അഫ്സലിന് കൊതിയാവുണ്ട്. ഓൻ കൊടുക്കണ എല്ലാരും കഴിക്കും, എല്ലാരും കഴിക്കും. പൂവൊക്കെ ഇളകിക്കണ്, എന്നാലും കുഴപ്പമില്ല. എടാ എന്റെ പൂക്കള് പോയി. പൂക്കള് ഇളകിക്കണ്, പ്രശ്നമില്ല. അതിന്റെ അഭിപ്രായം പറയും, അതിന്റെ രുചി. ഇത് ഇറച്ചിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. വേവാതിരിക്കോ? ആരാ പറഞ്ഞാ നിങ്ങൾ നോക്കണ്ടേ? നന്നായി വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്.
അപ്പൊ കഴിക്കല്ല, ഞാനും കഴിക്കട്ടാ. അപ്പൊ എല്ലാരും കഴിച്ചു നോക്കുന്നുണ്ടാ. താറാവ് ഇളയ താറാവ, നല്ല സോഫ്റ്റ് ഉണ്ട്, ചെറുതാ സംഭവം അടിപൊളിയായി, ഉഷാറാണ്. 4 കാല. 2 3 ലാസ്റ്റ് ഞാൻ പറഞ്ഞോണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാല് ടെക്സ്ചർ എന്ത് സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ഇറച്ചി. താറാവല്ലേ ഇത്? വീഡിയോയിൽ വരുള്ളൂ. പെപ്പർ റോസ്റ്റ് താറാവ് എന്ന് പറഞ്ഞ ഇതാണ് താറാവ്, വേറെ ലെവല് സംഭവമാണ് മക്കളെ. കുട്ടനാടിന്ന് കൊടുന്ന താറാവല്ല, താറാവ് പെപ്പർ റോസ്റ്റ് അല്ല ഇതിന്റെ പേര്, താറാവ് പെപ്പർ റോസ്റ്റ്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി വെക്കണത് നല്ലാട്ടാ. ഒരു താറാവിനെ ഓടിച്ചെന്ന് പിടിക്കുക, എന്നിട്ട് ബിസ്മി ചെല്ലിട്ട് അറക്കുക, അതിന്റെ തൊലിയൊക്കെ കളയാ, എന്നിട്ട് ഇതൊക്കെ ഒന്ന് മസാല ഒക്കെ തേച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കി നിങ്ങള്. അവിടെ ഒരു സംഭവല്ലേ, പൊറാട്ടക്കും നെയ്ച്ചോറായാലും ഇനിയിപ്പോ കുബൂസായാലും സെറ്റ് സംഭവട്ടാ. നല്ല എരുണ്ടിട്ടാ, ചോട്ടൊന്നും ഉണ്ടാത്ത് സൗണ്ട് കൊണ്ട് വരണില്ലല്ലോ. ഓ ഇറക്കത്തിലാണ്. ഇങ്ങനെ പൊറോട്ടയിൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ആ മസാല കൂട്ടിട്ട് തീറ്റ തിന്നാണ്. ആഹാ, എങ്ങനെയല്ല അങ്ങനെ അടിപൊളി, സൂപ്പർ. അപ്പൊ മുത്തുമണികളാ, നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാല് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, എല്ലാവരേക്കും നമ്മളെ വീഡിയോ എത്തിക്കട്ടാ. ആ ബെല്ലാണ് അമർത്തിക്കൊള്ളട്ടാ, ബെൽ ബട്ടണ് അത് അമർത്താൻ മറക്കണ്ട. അപ്പൊ എല്ലാവരും ഷെയറല്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും പുതിയൊരു ഐറ്റം ആയിട്ട് വരുന്നതായിരിക്കും. അത് വരെ ഗുഡ് നൈറ്റ്.